വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പും 1/4 കപ്പുമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഇല ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അരച്ച് എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചൂടായ കടായിലേക്ക് ഞാനിവിടെ 1/4 കിലോ ബീട്രൂട്ട് ഗ്രേറ്ററിലിട്ട് ചിരകിയെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ വളരെ വേഗം കുക്കായിട്ട് കിട്ടും. 8 തൊട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. നന്നായിട്ട് കുക്കായി വെള്ളമെല്ലാം ഇതുപോലെ വറ്റിയതിന് ശേഷം നമ്മൾ മുന്നേ അരച്ചെടുത്ത് മാറ്റിവെച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്കും അല്പം വെള്ളം ചേർത്ത് ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചോ തുറന്നു വെച്ചോ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിവിടെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം. കട്ടകളുള്ള തൈരാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പക്ഷെങ്കിൽ തൈരിൽ ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമുക്ക് മോര് പോലെ പച്ചടിയിൽ ചേർത്ത് കൊടുക്കരുത്. പച്ചടി അല്പം തിക്കായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഒന്ന് ചൂടായാൽ മതി. ഒരിക്കലും തിള വരരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ കട്ടകളില്ലാത്ത തൈരായതുകൊണ്ടാണ് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെറിയൊരു കടുക് പൊട്ടിക്കുന്ന കടായി വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്